ഇന്നലെ വരെ ഞാൻ എന്താ പറഞ്ഞത്? UDF എടുക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കും, ഏത് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? ആർക്കും മത്സരിക്കാന്നാണോ? അവിടെ ജയിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ജനങ്ങളുമായി ബന്ധമുള്ള എല്ലാ സാമൂഹ്യ ക്രമങ്ങളും ഒരുമിച്ച് കൂട്ടി ജനങ്ങളുടെ മുന്നിൽ എന്താ പറയാ നിഷ്പക്ഷനായി നിന്നുകൊണ്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതാണ് അതിന്റെ പച്ച മലയാളം. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഹായ്, ഇതാരാ PV അൻവറോ? ഇജ്ജ് പച്ച മലയാളത്തിൽ പറയേണ്ട അൻവറെ, അന്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഇലക്ഷനും വന്നത് എല്ലാം വന്നത്. ഇനി ജനങ്ങളൊക്കെ പാടെ പാവപ്പെട്ടോര് പണി ലീവാക്കിയിട്ട് ഇജ്ജ് പറയുന്നിടത്ത് വോട്ടും ചെയ്യണം അല്ലേ? എന്റെ തീരുമാനം എനിക്ക് ചിരി വരുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരോടൊക്കെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, കയ്യണ വോട്ട് ചെയ്യാൻ പോയത്, ഞാനതാ പറയുള്ളൂ. വോട്ട് ചെയ്യണ്ട. ഓലെ ഒരു വോട്ടിന് 2 വോട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് നക്കാൻ കിട്ടിയിട്ട് നക്കണ ആൾക്കാരുണ്ടെങ്കിൽ ഓല് പോയി വോട്ട് ചെയ്തോട്ടെ. ഇവലൊക്കെ ആരെ ജനങ്ങളെ വിഡ്ഢികളാക്കുക. എന്നിട്ട് ഓൻ പറയുന്ന സ്ഥാനാർത്ഥിന് നിൽക്കണം. ഇവ ലാസ്റ്റ് PC ജോർജിനൊക്കെ കഷ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഓൻ പറയാ മറ്റോനെ നിർത്ത്, മറിച്ചോനെ നിർത്ത്, ജയിക്കണോനെ നിർത്ത്. ഇന്നിപ്പോ എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ട് LDFന്റെ പിന്തുണ ഉണ്ടെങ്കിൽ ഓൻ പിന്നെയും മത്സരിക്കുന്നു. ഞാൻ കാര്യം പറയട്ടെ, ഏത് സ്ഥാനാർത്ഥി തന്നെ ആയാലും ഏത് ഒലക്കന്റെ മൂടായാലും ഇതൊക്കെ ഇടങ്ങേറാണ് ജനങ്ങളാ. നിങ്ങളെ പെരക്കാരൊന്നും ഒരു ബുദ്ധിമുട്ടായില്ല. സാധാരണ ജനങ്ങൾ പണിക്ക് പോണ പോലെ ചിലർ ലീവ് ആക്കിയിട്ട് അന്ന് വരിക്ക് നിന്നിട്ട് വിരലുമ മശിയാക്കി വോട്ട് ചെയ്തിട്ട് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തണ്ടും ഞാഞ്ഞൂലും കാട്ടുന്നത്. ഇത് രാജിവെച്ച് എന്നെ പോലത്തെ ഒരുപാട് ആൾക്കാർ രാജിവെക്കുക, നീതിപ്പണം എടുത്ത് ചെലവാക്കുക, പിന്നെ ഇലക്ഷൻ ആക്കുക, ജനങ്ങളെ വിഡ്ഢികളാക്കുക. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ജനങ്ങളെന്താ പൊട്ടന്മാരാ? ഇജ്ജ് മത്സരിക്കാണ്ട് എന്തോ ചെയ്തു. ജനങ്ങളെ ഇടങ്ങേറാക്കരുത്. ഏത് രാഷ്ട്രീയക്കാരനായാലും ഇജ്ജ് നല്ല ആരായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും ചിന്തിച്ചോളൂ. ജനങ്ങളെ നിങ്ങൾ ഇടങ്ങേറാക്കരുത്, ജനങ്ങളെ നിങ്ങൾ പൊട്ടന്മാരാക്കരുത്. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം അല്ല, പിന്നെ ഒലക്കന്റെ മൂട്.